ഹായ് മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ജെയ് മെയിൻ്റെ 2 സെക്ഷൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ജെയ് മെയിൻ ക്വാളിഫൈ ചെയ്തിട്ട് ജെയ് അഡ്വാൻസിന് വേണ്ടി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എക്സാം ആയിട്ടുള്ള ജെയ് അഡ്വാൻസിന് വേണ്ടിയാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? അതായത് ജെയ് മെയിൻ കഴിഞ്ഞു, ജെയ് അഡ്വാൻസ് വരാനിരിക്കുന്നുള്ളൂ. ഇനി അധികം സമയമല്ല. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം വെച്ചാൽ, ജെയ് മെയിൻ കഴിഞ്ഞിട്ട് അവർ ജെയ് അഡ്വാൻസ് ക്വാളിഫൈ ചെയ്താൽ പോലും എന്ത് ചെയ്യുന്നില്ല, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല. നിങ്ങളെല്ലാ കുട്ടികളും വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണത്. ആ മിസ്റ്റേക്കിനെ കുറിച്ചും അതുപോലെ ഇനി എന്ത് ചെയ്യണം അതിനെക്കുറിച്ചാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക്, ജെയ് മെയിൻ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കും ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ മെയിൻ കാര്യത്തിൽ ഫോക്കസ് ചെയ്താണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് മക്കളെ, നിങ്ങൾ ജെയ് മെയിൻ എക്സാം കഴിഞ്ഞു അല്ലേ? അതിന് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അത് ഇതിലെ ഏറ്റവും വലിയൊരു ഡൗട്ട് വരാനുള്ള റീസൺ എന്താ അറിയോ? ജെയ് മെയിൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല ശരിക്കും പറഞ്ഞാൽ ജെയ് അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബിക്കോസ് ജെയ് മെയിൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താ, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആ കാര്യം ഇവിടെ ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം അല്ലേ? പക്ഷേ ജെയ് അഡ്വാൻസ് ചെയ്യേണ്ട കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ജെയ് മെയിൻ്റെ സിലബസിനേക്കാൾ കൂടുതൽ കുറച്ച് സിലബസ് അധികം ആർക്കുണ്ട്, ജെയ് അഡ്വാൻസിനുണ്ട്. മെയിനായിട്ട് കെമിസ്ട്രിയിലൊക്കെ കുറേ എക്സ്ട്രാ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാണ്ട്, അതാദ്യം പഠിച്ച് ക്ലിയർ ആക്കണം. ഓക്കെ, കാരണം അത് കുറേ എന്തുണ്ട്, നമുക്ക് സ്കോറിങ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് ക്ലിയർ ആക്കണം അല്ലേ? അതേപോലെ മാത്സിൻ്റെ കേസിൽ നമ്മൾ വിട്ടുപോയ ചാപ്റ്റർ ആയിരിക്കും പ്ലെയിൻസ്. കാരണം ജെയ് മെയിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തില്ല, പ്ലെയിൻസ് എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല അല്ലേ? ജെയ് മെയിന് വേണ്ടി മാത്രം കേട്ടോ, ജെയ് അഡ്വാൻസിന് വേണ്ടി അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ജെയ് മെയിന് പ്രിപ്പയർ ചെയ്യുമ്പം എന്ത് പഠിക്കുന്നില്ല, ആ പ്ലെയിൻസ് എന്ന ടോപ്പിക് പഠിക്കുന്നില്ല. ഇനി നിങ്ങൾ ആ ടോപ്പിക് പഠിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതേപോലെ എക്സാമിന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് പ്ലെയിൻസ്. ഓക്കെ, അതുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ഓക്കെ, കാരണം പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിങ്ങൾ 2025-ലെയും 2024-ലെയും പേപ്പർ നോക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്ററും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. ദെൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് ദിവസം, അപ്രോക്സിമേറ്റ് 2 വീക്സ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? ആ 2 വീക്സ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രീവിയസ് ജെയ് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. 2025, 24, 23, 22 മിനിമം ഈ വർഷങ്ങൾ, എല്ലാ വർഷവും ചെയ്യാൻ പറ്റുക അത്ര നല്ലതാണ്. പക്ഷേ ഈ മിനിമം ഈ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും എന്നതല്ല, പകരം ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാറ്റേൺ മനസ്സിലാക്കിയാൽ എങ്ങനെയൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് എന്താണ്, 2025, 24, 23 ചാപ്റ്റർ ആ ഒരു വർഷത്തെ എക്സാംസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടി മോക്ക് എക്സാം എഴുതുന്ന പോലെ എഴുതുക. വെറുതെ നിരത്തി എഴുതാന്നല്ല, കുറേ സമയം വെച്ച് എഴുതാന്നല്ല. ഒരു സ്റ്റോപ്പ് വാച്ച് കയ്യിൽ വെക്കുക, ആ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, എക്സാം പാറ്റേൺ എക്സാം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ആ രീതി ഫോളോ ചെയ്യുക. അല്ലാണ്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അവിടെ നിർത്തി ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻ മറ്റേ ഗൈഡും ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻ അപ്പുറത്തെ ഗൈഡും ചെയ്യുക, ആ ഒരു കാര്യം വേണ്ട. ഇനി എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ജെയ് അഡ്വാൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസിന് എങ്ങനെയാണ്, കംപ്ലീറ്റ് ആയിട്ട് ടൈം ബൗണ്ട് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത്ര സമയം കൊണ്ട് തീർക്കേണ്ട എക്സാമാണ് ജെയ് അഡ്വാൻസ്. ആ സമയം കൊണ്ട് നിർബന്ധമാണ് നമുക്ക് തീർത്തിരിക്കാം. ആ 3 മണിക്കൂർ എക്സാമാണ് ഉണ്ടാവുക. ആ 3 മണിക്കൂർ കറക്റ്റ് എന്ത് ചെയ്യുക, ടൈം വെച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ വൃത്തിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അത്രയാണ് എനിക്ക് മെയിനായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ജെയ് അഡ്വാൻസ് എക്സാമിന് കറക്റ്റായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.